കേരള കോൺഗ്രസ് എം കാരുണ്യദിനം ആചരിച്ചു. കേരള കോൺഗ്രസ് എം ദേവികുളങ്ങര കണ്ടലൂർ പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് കാരുണ്യദിനം സംഘടിപ്പിച്ചത്. കെ എം മാണിയുടെ 92ാം ജന്മദിനമാണ് കേരള കോൺഗ്രസ് എം ദേവികുളങ്ങര കണ്ടലൂർ പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യദിനം എന്ന പേരിൽ ദേവികുളങ്ങര ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജന്മദിന സമ്മേളനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യദിനമായി ആചരിക്കുക. ആ കാരുണ്യ ദിനത്തിൽ അവരെല്ലാ കേന്ദ്രങ്ങളിലും ഇതേപോലെ ഭക്ഷണ വിതരണവും സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ശ്രീ സജു ഇങ്ങനെയൊരു പരിപാടി നടത്തണം എന്ന് പറയുമ്പോൾ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്. ഡോക്ടർ സജു എടക്കാട് അധ്യക്ഷത വഹിച്ചു. വില്ലേജ് ഓഫീസർ എച്ച് അജീഷ്, വില്ലേജ് അസിസ്റ്റന്റ് അരുൺകുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ്, ICDS സൂപ്പർവൈസർ ധന്യ, മണ്ഡലം പ്രസിഡന്റ് പുളിയാണിക്കൽ പി രത്നകുമാർ, സെക്രട്ടറി അനുസ്മിക ആർ, തങ്കമണി രാജേന്ദ്രൻ, പഞ്ചായത്ത് അംഗം രേഖ, ആർ ശശിധരൻ, അനീഷ, അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെ എം മാണി സാറിൻ്റെ 92ാമത് ജന്മദിനം കേരളമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം, കേരള രാഷ്ട്രീയത്തിൽ ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത 53 വർഷം തുടർച്ചയായി ഒരു നിയമസഭാ മണ്ഡലം, അതായത് പാലായിൽ നിന്നുകൊണ്ട് തുടർച്ചയായിട്ട് വിജയിച്ച് അതിൽ 25 വർഷം മന്ത്രിയായി റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ധനകാര്യ വകുപ്പ് ഉൾപ്പെടെ ആഭ്യന്തരം ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക വകുപ്പുകളും കൈകാര്യം ചെയ്യുകയും കാരുണ്യ പദ്ധതികളിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് രോഗികൾക്ക് ഇന്നും ആശ്രയമായി നിൽക്കുന്ന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ശ്രീ കെ എം മാണി സാറിൻ്റെ 92ാമത് ജന്മദിനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1000 കേന്ദ്രങ്ങളിൽ കേരളത്തിൽ കാരുണ്യദിനമായി ആചരിക്കുകയാണ്. തുടർന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും മധുരപലഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.